സാർ, അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ഒരുപാട് നീക്കങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഗസയിലടക്കം ഒരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകം തന്നെ ചർച്ച ചെയ്യുക. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് നമ്മൾ കരുതുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒന്നും പറഞ്ഞിട്ടില്ല. നെതന്യാഹു മൗനം പാലിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നെതന്യാഹു സംസാരിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. ട്രംപ് ആദ്യം പറഞ്ഞു, പിന്നെ അതിന് ജോർഡനും ഈജിപ്റ്റും ഒക്കെ മറുപടി പറഞ്ഞു, പിന്നെ സൗദി അറേബ്യ, ഇറാൻ എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോഴും നെതന്യാഹു വാസ് കീപ്പിംഗ് മം, ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈയിടെ ഫോക്സ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ ഫോക്സ് ന്യൂസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ അഭിപ്രായങ്ങൾ ഒരുമിച്ച് തുറന്നു പറഞ്ഞു, ഒരു മറയും കൂടാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. കുറച്ച് ഫ്രഷ് ന്യൂ ഐഡിയാസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ എല്ലാവരും ഈ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. എല്ലാം ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരും ഈ ട്രംപ് പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ. പിന്നെ അതിനെപ്പറ്റി പലരും എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു എത്നിക് ക്ലെൻസിങ്ങിൻ്റെയും പ്രശ്നമില്ല. ഒരു വംശത്തെയും വംശനാശമൊന്നും വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, നോ ഫോഴ്സിബിൾ എവിക്ഷൻ. ഇവരോട് പോകാൻ പറയുന്നത് ബലം പ്രയോഗിച്ച് ഓടിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ താൽക്കാലികമായിട്ടൊന്നും മാറി നിൽക്കുക, അത്രയും മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇവരിങ്ങനെ വിടുന്നതിനെ പറ്റി അഭിപ്രായം പറയുന്നവരൊക്കെ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, അവരെപ്പോഴും ഗാസയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും ഇറ്റ് ഈസ് ആൻ ഓപ്പൺ എയർ പ്രിസൺ എന്ന് പറയുമായിരുന്നു. ഓപ്പൺ എയർ പ്രിസണാണ്, പ്രിസണായിട്ട് ഇതിനെ കണക്കാക്കുന്നതെങ്കിൽ അവരൊന്ന് മാറി നിൽക്കുന്നതിൽ എന്താ അത്ര വലിയ കുഴപ്പം? പെർമനൻ്റായിട്ട് മാറാൻ പറയുന്നില്ലല്ലോ, താൽക്കാലികമായിട്ട് ആണ്. അപ്പോൾ ഇവിടെ ഇവർ മാറിക്കഴിയുമ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കലി റീബിൽഡിങ് ഗാസ. അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെൻ്റൽ കാര്യം കൂടി ഉണ്ടായിരിക്കും, അത് ബാക്കി കിടക്കുകയാണ്. അപ്പം മെൻ്റലായിട്ട് ഒരു വർക്ക് കൂടി അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഡീ റാഡിക്കലൈസേഷൻ. ഈ തീവ്ര ചിന്താഗതി ഉണ്ടല്ലോ, തീവ്ര ചിന്താഗതിയൊക്കെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റുക. അതേപോലെ ഇവിടെ ബിൽഡിങ്സിൻ്റെയൊക്കെ റീകൺസ്ട്രക്ഷൻ നടത്തുക. അപ്പോൾ തീവ്ര ചിന്താഗതി മാറ്റുക അല്ലെങ്കിൽ ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവർ പോയിട്ട് ആൾക്കാർ തിരിച്ചു വരുന്നതിന് ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവരൊരു കാര്യം ചെയ്യണം, ദേ ഷുഡ് റിനൗൺസ് ടെററിസം. ഈ ഭീകരവാദം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതിനോട് എന്നേക്കുമായിട്ട് വിട പറയുക. ഇനി അത് കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ ഇവിടെ വന്നിട്ട് വീണ്ടും ടെററിസം എന്നുള്ള ഒരു കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വി ആർ ഓൺലി ട്രൈങ് ടു റീലൊക്കേറ്റ് ദം. പിന്നെ അപ്പോൾ രണ്ട് രീതിയിലാണ് അവർ സമീപിക്കുന്ന ഈ കാര്യത്തിൽ. ഒന്ന് ഫിസിക്കലി, ദാറ്റ് ഈസ് റീബിൽഡിങ് ഗസ, ബിൽഡിങ്സും മറ്റു കാര്യങ്ങളും. പിന്നെ മെൻ്റൽ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഈ ഡീറാഡിക്കലൈസേഷനാണ്. പിന്നെ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ പോകേണ്ടവർക്ക് പോകാം, അതിന് കുഴപ്പമില്ല. പക്ഷേ പലരും പോകണം എന്ന ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പണ്ട് തടസ്സം നിൽക്കുകയായിരുന്നു. ഈജിപ്തിലൂടെ കടന്നു പോകാനായിട്ട് അവർ സമ്മതിക്കില്ല. അവർ ഗേറ്റുകൾക്കൊക്കെ ലോക്കിട്ടിരിക്കുകയാണ്. അതിൽ കൂടെ കടന്നു പോകാൻ ആദ്യം സമ്മതിക്കുമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ് പോയിക്കോ, നിങ്ങൾ പോകേണ്ടവർക്ക് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതാണ്. പണ്ട് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസയുടെ അടുത്തുള്ള ഈജിപ്തിൻ്റെ ഗേറ്റുകളൊക്കെ അടച്ചിട്ട് അതിൽ കൂടെ ഒരാളെയും കിടക്കാനായിട്ട് അനുവദിക്കുമായിരുന്നില്ല. പിന്നെ അവർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പണക്കാരുണ്ട്, നല്ല വലിയ പണക്കാർ. ആ പണക്കാർ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗാർഡ് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പണം കൊടുക്കും എന്ന് പറഞ്ഞാൽ ബ്രൈബിങ്. ആ ബ്രൈബ് ചെയ്തിരുന്നത് ഞങ്ങളുടെ ആൾക്കാരല്ല, ഈജിപ്തിലെ ഗാർഡ്സിനാണ് പണം കൊടുത്തിരുന്നത്. അങ്ങനെ കുറേ പേര് പണം കൊടുത്തിട്ട് ഈജിപ്തിൻ്റെ ഭൂമിയിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ആവശ്യമില്ല, നമുക്കിത് ഔദ്യോഗികമായിട്ട് തന്നെ ചെയ്യാം, ആൾക്കാർക്ക് താല്പര്യമുള്ളവർ ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ. ജോർഡാനോടും ഈജിപ്തിനോടും നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ നെതന്യാഹു പറയുന്നത് ഈ കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് എടുക്കുന്ന ചില പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അയർലൻഡാണ്. പിന്നെ സ്പെയിനുണ്ട്. അയർലൻഡും സ്പെയിനും ഒക്കെ കുറച്ച് ആൾക്കാരെ എടുത്തോട്ടെ, പിന്നെ സൗദി എടുത്തോട്ടെ. അപ്പോൾ സൗദിയോട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൗദിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം. സൗദി പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, ഇവിടെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ ഇസ്രായേലിലുള്ള ആൾക്കാരെ അലാസ്കയിലേക്ക് വിടുക, അല്ലെങ്കിൽ ഗ്രീൻലൻഡിലേക്ക് വിടുക. അപ്പോൾ ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപ് അത് പിടിച്ചെടുക്കുക, എന്നിട്ട്
വേണമെങ്കിൽ ഗ്രീൻലൻഡിലേക്ക് വിട്ടോ അല്ലെങ്കിൽ അലാസ്കയിലേക്ക് വിട്ടോ എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഇതൊന്നും എൻ്റർടൈൻ ചെയ്യാൻ തീരെ താല്പര്യം എടുക്കുന്നില്ല. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനിന് ഒരു ഓണറബിളായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതായത് ഒരു പലസ്തീൻ രാജ്യം തന്നെ വേണമെന്നുള്ള നിലപാടിലേക്ക് രാജ്യത്ത് അതാണ് സൗദി അറേബ്യയുടെ നിലപാട്. പക്ഷേ അത് കഴിയുമ്പോൾ ഇസ്രായേലുമായിട്ട് ട്രീറ്റിക്കും അല്ലെങ്കിൽ അവർ തമ്മിൽ യോജിച്ച കാര്യങ്ങളൊക്കെ സഹകരിക്കാനൊക്കെ അവർ തയ്യാറാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ നെതന്യാഹു പറയുന്നത് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ചിലരിലൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, അമേരിക്കൻ ആർമി വിൽ ബി ഇൻ ഗസ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കണമല്ലോ. അമേരിക്കൻ ആർമിയോട് വരേണ്ട ആവശ്യമില്ല, ഞങ്ങളുണ്ടല്ലോ എന്നാണ് നെതന്യാഹു പറയുന്നത്. ഞങ്ങൾ അത് ഈ ഹമാസിനെ തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഹമാസിനെ തീർക്കാൻ ഞങ്ങൾക്ക് കഴിയും. ട്രംപിൻ്റെ ആർമിയോട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രംപിൻ്റെ ആർമി വരെയില്ല, അല്ലെങ്കിൽ അമേരിക്കൻ ആർമി വരില്ല എന്ന് ചുരുക്കം. പിന്നെ വേറൊരു കാര്യം, പലരും വിചാരിക്കുന്നത് അമേരിക്കൻ ജനതയുടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് നടത്താൻ പോണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഫൈനാൻസിങ് ആണ്. അതായത് ഇവിടുത്തെ വർക്കുകളിൽ താല്പര്യം എടുക്കാനും ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കാനൊക്കെ താല്പര്യമുള്ള പല ആൾക്കാരും ഉണ്ട്. അവരുടെ ഇൻഡിപെൻഡൻറ്റ് ഫൈനാൻസിങ് വഴിയാണ്. അല്ലാതെ അമേരിക്കൻ ജനത ടാക്സ് കൊടുക്കുന്ന ആ ടാക്സ് മണി ഇങ്ങോട്ട് എടുത്തിട്ടല്ല ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ട്രംപിൻ്റെ ഒരു മരുമകനൊക്കെ ഉണ്ട്, കുഷ്ണർ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹമൊക്കെ വലിയ ബിൽഡറാണ്. ട്രംപ് ഹിംസെൽഫ് ഈസ് എ ഗ്രേറ്റ് ബിൽഡർ. ട്രംപിൻ്റെ പല ബിൽഡിങ്സും സൗദി അറേബ്യ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വളരെ നല്ല കഴിവുള്ള ആളാണ്. അദ്ദേഹം അത് ചെയ്തോളും. അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫൈനാൻസിങ്ങിനുള്ള ആൾക്കാരെ അദ്ദേഹം കണ്ടെത്തിക്കോളും. അതുകൊണ്ട് അമേരിക്കക്കാരുടെ പണം പോകുന്നോ ടാക്സ് മണി പിരിച്ചത് നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കേണ്ട. അമേരിക്കൻ ആർമിയുടെ വരുമെന്ന് ഓർത്ത് ഭയപ്പെടേണ്ട. ബാക്കി ഇവിടെ എന്തെങ്കിലും ആർമിയുടെ ആക്ഷൻ ആവശ്യമായ ഞങ്ങളുണ്ട്, അത് ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ യാതൊരുവിധ ചിന്തയ്ക്കും അല്ലെങ്കിൽ വറീസിൻ്റെ ആവശ്യമില്ല, കൺസേണിൻ്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളും അമേരിക്കയും ചേർന്ന് ചെയ്തോളാം. അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കച്ചവടക്കാരനാണ്. സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ മരുമോനൊക്കെ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമാണ്. നമ്മൾ ഈ വാട്ടർ ഫ്രണ്ടേജ് എന്നൊക്കെ പറയുന്ന പോലുള്ള ജലത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ലോകമെമ്പാട് നിന്നും സഞ്ചാരികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് അതൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാം എന്നൊരു പദ്ധതി അവർക്കുണ്ട്. അപ്പോൾ അമേരിക്കയിലെ പണം എടുത്ത് അവിടെ ചിലവാക്കേണ്ട, ഒരു സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ അവിടെ നടത്തുന്നു. ഒപ്പം ഈ ഗാസയെ റീബിൽഡ് ചെയ്യുന്നു. പക്ഷേ അത് ഈ പലസ്തീൻകാർക്ക് വേണ്ടി താമസിക്കാനാവണമെന്നില്ല. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വരാനുള്ള ഒരു വിനോദ കേന്ദ്രം അല്ലെ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ആകാം. അപ്പോൾ ഈ തീവ്രവാദത്തെ അവിടുന്ന് തുടച്ചു നീക്കേണ്ടത് ഇവരുടെ രണ്ടു കൂട്ടരുടെ ആവശ്യമാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വി വിൽ ചേഞ്ച് ഇറ്റ് ഇൻടു റിവിയറ എന്നാണ് പറയുന്നത്. അതായത് മെഡിറ്ററേനിയനിലുള്ള ഫ്രഞ്ച് കോസ്റ്റ് തീരപ്രദേശമാണ് റിവിയറ. വളരെ സുന്ദരമായ സെലൂബ്രിയസ് ക്ലൈമറ്റ് എന്ന് അതിന് പറയുന്നത്. അതായത് പ്ലസൻ്റാണ്, അതേപോലെ ഹെൽത്തിയാണ്, അതേപോലെ ക്ലീനാണ് ഈ പറയുന്ന റിവിയറ എന്ന് പറയുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക്. അതേപോലത്തെ അതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് ഇവിടെ. വളരെ സുന്ദരമായൊരു സ്ഥലമാക്കി മാറ്റും. എല്ലാവർക്കും നല്ല പ്രതീക്ഷകൾക്ക് വകുപ്പുണ്ട്, എല്ലാവർക്കും ജോലിയും കിട്ടും, സമാധാനം ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ പറയുന്നത് കുറച്ച് കേൾക്കണം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് പോയി കഴിഞ്ഞാൽ വളരെയധികം പുരോഗതി ഈ നാടിനുണ്ടാവും. മാത്രമല്ല ഈ അവസരത്തിൽ ട്രംപിനാകുന്നത്ര അദ്ദേഹം പുകഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നെതന്യാഹു. അദ്ദേഹം പറയുന്നത് ഹീസ് അവർ ബെസ്റ്റ് അല്ലായി, ഹീസ് അവർ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദി വൈറ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് സ്ട്രെയിഞ്ചായിട്ടോ പെക്യുലിയറായിട്ടോ അൺകൺവെൻഷനലായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇൻ ദി ലോങ് റൺ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് പലപ്പോഴും തെളിയാറുണ്ട്. അത് തന്നെ ഈ കാര്യത്തിലും സംഭവിക്കും എന്നാണ് നെതന്യാഹുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ആശയങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുകയല്ല ചെയ്യുന്നത്. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. നെതന്യാഹു പറഞ്ഞൊരു പോയിൻ്റുണ്ട്. കാരണം അവർക്ക് എക്കാലത്തും സമാധാനമായി ജീവിക്കാൻ ഭീഷണി ഉയർത്തുന്നത് ഈ ഇസ്ലാം മതത്തിൽ ഊന്നിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റില്ല, ഞങ്ങൾക്ക് എന്നും യുദ്ധമായി കഴിയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു സമാധാനം വേണം. ആ സമാധാനം വേണമെങ്കിൽ വിശാല ഇസ്രായേൽ കൂടി വേണം. കാരണം ഈ പലസ്തീനിലേക്ക് അവരെ പേടിച്ചോടിപ്പോയ ഇസ്രായേൽ ജനതയുണ്ട്, അവരെയും കൂടെ തിരിച്ചുകൊണ്ടുവരണം. അപ്പോൾ വിശാല ഇസ്രായേൽ എന്ന് പറയുന്നത് ഗസയിലെ കുറച്ച് ഭാഗം, വെസ്റ്റ് ബാങ്ക്, ലെബനനിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ, ഗൊലാൻ കുന്നുകൾ, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വിശാല ഇസ്രായേൽ. ഒപ്പം ട്രംപിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന നിലയിൽ ഗസയുടെ ഒരു റീബിൽഡിങ്. ഇതനുസരിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന, അല്ലെ വിനോദത്തിനും അതുപോലെ തന്നെ ടൂറിസത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയായിട്ട് ഇവിടെ മാറട്ടെ അല്ലേ. അപ്പം നെതന്യാഹുവിൻ്റെ ഈ കാഴ്ചപ്പാടുകളെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ട്രംപിൻ്റെയും അതേപോലെ നെതന്യാഹുവിൻ്റെ കാഴ്ചപ്പാടുകൾ പോസിറ്റീവാണ്. പക്ഷേ ബാക്കിയുള്ളവരും അത് സഹകരിച്ചാൽ മതി. അതാണ് പ്രശ്നം.
വളരെ അടുത്ത് കുറഞ്ഞ സമയത്തുള്ള അത് സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ തീരുമാനം ഉണ്ടായേക്കും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.